വലിയ അവകാശവാദങ്ങളുടെയും വീമ്പ് പറച്ചിലുകളുടെയും ചൈനയിലേക്ക് വിമാനം കയറിയ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒടുവിൽ വെറും കൈയോടെ വാഷിംഗ്ടണിൽ തിരിച്ചെത്തിയെന്ന വാർത്തയാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ കടുത്ത ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. 2 ദിവസം നീണ്ടുനിന്ന സന്ദർശനത്തിൽ എലൺ മസ്ക്, ടിം കുക്ക്, ബോയിംഗ് സിഇഒ തുടങ്ങിയ വൻ വ്യവസായ പ്രമുഖരെ ഒപ്പം കൂട്ടിയിട്ടും സെമി കണ്ടക്ടർ ചിപ്പ് കയറ്റുമതി നിയന്ത്രണങ്ങളിലോ തീരുവ ഇളവുകളിലോ അമേരിക്കൻ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ഒരൊറ്റ അനുകൂല കരാറിലും ഒപ്പിടാൻ ചൈന തയ്യാറായില്ല. അമേരിക്കയിലെ ബോയിംഗ് കമ്പനിയിൽ നിന്ന് ചൈന 200 ഫൈറ്റർ ജെറ്റുകൾ വാങ്ങുമെന്നും ഭാവിയിൽ ഇത് 750 ഉയർത്തുമെന്നും കൂടുതൽ ക്രൂഡ് ഓയിലും സോയാബീനും വാങ്ങാൻ ധാരണയായെന്നും ട്രംപ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇത് സംബന്ധിച്ച ഔദ്യോഗിക രേഖകളോ ഇരു രാഷ്ട്രങ്ങളുടെയും സംയുക്ത പ്രസ്താവനയോ എവിടെയും പുറത്തു വന്നിട്ടില്ല. വ്യാപാര യുദ്ധത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ യുഎസിലെ സോയാബീൻ കർഷകരുടെ പ്രതിഷേധം തണുപ്പിക്കാനാണോ ട്രംപിന്റെ ഈ പ്രസ്താവന എന്ന സംശയവും രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവയ്ക്കുന്നുണ്ട്. തായ്വാൻ ചൈനയുടെ അവിഭാജ്യ ഭാഗമാണെന്ന നിലപാടിൽ ഷീ ജിൻപിങ് ശക്തമായി ഉറച്ചു നിന്നപ്പോൾ ചൈനീസ് മണ്ണിൽ വെച്ച് ട്രംപ് വിവാദ പ്രസ്താവനകൾ നടത്തിയില്ല. എന്നാൽ തായ്വാൻ വിഷയത്തിൽ അമേരിക്ക അനാവശ്യമായി ഇടപെട്ടാൽ അത് വലിയ യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന കടുത്ത മുന്നറിയിപ്പാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് നൽകിയിരിക്കുന്നത്. തിരികെ മടങ്ങുമ്പോൾ തായ്വാന് $14 ബില്യൺ ആയുധങ്ങൾ നൽകുന്ന കാര്യം പരിഗണനയിലാണെന്ന് ട്രംപ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്ന കാര്യത്തിൽ അമേരിക്കയും ചൈനയും യോജിച്ചെങ്കിലും ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്ന കാര്യത്തിൽ ട്രംപും ഷീ ജിൻപിങ്ങും കടുത്ത ഭിന്നതയിൽ തന്നെയാണ് തുടരുന്നത്. ഇറാന്റെ എണ്ണയുടെ 80% വാങ്ങുന്നത് ചൈനയായതിനാൽ ചർച്ചകൾക്കിടയിൽ 3 ചൈനീസ് എണ്ണക്കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് കടക്കാൻ അമേരിക്ക അനുവദിച്ചതാണ് ചൈനയ്ക്ക് ലഭിച്ച ഏക ആശ്വാസം. എന്നാൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം പൂർണ്ണമായി പിൻവലിക്കണമെന്ന ഇറാന്റെ ആവശ്യത്തോട് ട്രംപ് അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. നയതന്ത്ര തലത്തിൽ ഒരു ഭാഗത്ത് സമാധാന ചർച്ചകൾ തുടരുമ്പോഴും മറുഭാഗത്ത് ഇറാനിൽ വീണ്ടും ശക്തമായ ആക്രമണം നടത്തുമെന്ന കടുത്ത യുദ്ധഭീഷണി അമേരിക്ക ഉയർത്തുന്നുണ്ട്. ഇതിനിടയിലുള്ള ആശ്വാസം വാഷിംഗ്ടണിൽ നടന്ന ചർച്ചകൾക്കൊടുവിൽ ഇസ്രായേലും ലെബനോണും തമ്മിലുള്ള വെടിനിർത്തൽ 45 ദിവസത്തേക്ക് കൂടി നീട്ടാൻ തീരുമാനമായിരിക്കുന്നു എന്നതാണ്. എങ്കിൽ പോലും ഈ വെടിനിർത്തൽ നിലനിൽക്കെ തന്നെ ഇസ്രായേൽ ലെബനോണിൽ നിരന്തരം വ്യോമാക്രമണങ്ങൾ നടത്തുകയും കെട്ടിടങ്ങൾ തകർന്ന് മനുഷ്യജീവനുകൾ കവരുകയും ചെയ്യുന്നത് അന്താരാഷ്ട്ര തലത്തിൽ കടുത്ത ആശങ്ക ഉയർത്തുന്നുണ്ട്. ചൈനയിൽ നിന്ന് തിരിച്ചടി നേരിട്ട് ട്രംപിനെ കാത്തിരിക്കുന്നത് അമേരിക്കയിലെ കടുത്ത ആഭ്യന്തര പ്രതിസന്ധിയാണ്. ഇറാനുമായുള്ള യുദ്ധത്തിനായി യുഎസ് ഇതുവരെ പൊടിച്ചത് $29 ബില്യൺ, അഥവാ ഏകദേശം 3 ലക്ഷം കോടി ഇന്ത്യൻ രൂപയാണെന്ന ഔദ്യോഗിക കണക്കുകൾ പുറത്തുവരുന്നത് അമേരിക്കയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഇത് ട്രംപ് സർക്കാർ ആദ്യം കണക്കാക്കിയതിനേക്കാൾ $400 കോടി അധികമാണ്. മിസൈൽ ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ പുനഃസ്ഥാപിക്കാനും സൈനിക സാന്നിധ്യത്തിനുമായാണ് പെന്റഗൺ ഈ തുക വിനിയോഗിച്ചതെങ്കിലും ഇത്രയും തുക പൊടിച്ചിട്ട് രാജ്യം എന്ത് നേടിയെന്ന ചോദ്യവുമായി പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകൾ യുഎസ് കോൺഗ്രസ് ബജറ്റ് ഹയറിംഗിൽ രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ധനവില വർധനവും GDPയിലെ ഇടിവും കാരണം യുഎസ് ജനത കടുത്ത പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ യുദ്ധത്തിനായി പണമൊഴുക്കുന്ന ട്രംപ് നയം അമേരിക്കയിൽ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റാണ് സൃഷ്ടിക്കുന്നത്. എന്നാൽ ആഗോള യുദ്ധ പ്രതിസന്ധിയിലും അതിന്റെ ഭാഗമായുണ്ടായിരുന്ന ഇന്ധനവില വർധനവും മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഐതിഹാസികമായ UAE സന്ദർശനം രാജ്യത്തിന് വലിയ വഴിത്തിരിവാവുകയാണ്. ഒപെക്കിൽ നിന്ന് പിന്മാറി സ്വതന്ത്രമായി എണ്ണ വിപണനം നടത്തുന്ന UAE ഇന്ത്യയിലെ ഭൂഗർഭ എണ്ണ കരുതൽ ശേഖരത്തിന്റെ അളവ് 30 ദശലക്ഷം ബാരലായി ഉയർത്താൻ തീരുമാനിച്ചു. ആഭ്യന്തര വിപണിയിൽ എണ്ണവില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്ക് നിലവിൽ 60 ദിവസത്തേക്കുള്ള കരുതൽ എണ്ണ ശേഖരം മാത്രമാണുള്ളത്. ഈ പ്രതിസന്ധി മറികടക്കാൻ പ്രധാനമന്ത്രി തന്റെ UAE സന്ദർശനത്തിലൂടെ ഇന്ത്യക്കായി വിദേശ മണ്ണിൽ ഒരു വലിയ എണ്ണശേഖര സംവിധാനം ഉറപ്പാക്കി കഴിഞ്ഞു. ഇന്ത്യയിലേക്ക് എണ്ണ നേരിട്ടെത്തിക്കുന്നതിന് പകരം UAEയിൽ വെച്ച് തന്നെ എണ്ണ വാങ്ങി അവിടെ സുരക്ഷിതമായി സംരംഭിക്കുകയും അനുകൂലമായ സമയത്ത് അത് ഇന്ത്യയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന തന്ത്രപരമായ നീക്കമാണ് പ്രധാനമന്ത്രി നടത്തിയത്. അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയുമായി സഹകരിച്ച് ദീർഘകാലത്തേക്ക് സ്ഥിരമായി ക്രൂഡ് ഓയിലും LPGയും വിതരണം ചെയ്യാനുള്ള 6 പ്രധാന കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. ഇത് ഇന്ത്യയുടെ LPG ആവശ്യത്തിന്റെ 40% പരിഹരിക്കാൻ സഹായിക്കും. കൂടാതെ അടിസ്ഥാന സൗകര്യ മേഖലയിലും ബാങ്കിങ്ങിലുമായി $5 ബില്യൺ അഥവാ 42,000 കോടി രൂപയുടെ പുതിയ നിക്ഷേപവും UAEയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. UAE സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പര്യടനത്തിന്റെ അടുത്ത ഘട്ടമായി നോർവേ, സ്വീഡൻ, ഇറ്റലി തുടങ്ങിയ പ്രമുഖ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് തിരിക്കുകയാണ്. യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഉർസല വോണ്ടർലൈനുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപും രണ്ടാമതായി അമേരിക്കൻ അധികാരത്തിൽ വന്നതിനു ശേഷം ഇന്ത്യയുമായി ചില വ്യാപാര തർക്കങ്ങളും ഭിന്നതകളും നിലനിൽക്കുന്നുണ്ട്. അമേരിക്കയുമായി ഇത്തരം താരിഫ് തർക്കങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളുമായി ബന്ധം ശക്തമാക്കുക എന്ന കൃത്യമായ ബദൽ നയമാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനകം തന്നെ ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളുമായി വൻകിട വ്യാപാര പ്രതിരോധ കരാറുകളിൽ ഒപ്പുവെക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ മിറർ.